അപ്പോൾ അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത് ഈ മഹാസംഗമത്തിന് ആതിഥേയത്വം വഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ച നമ്മുടെ സ്വന്തം സിഡ്നി ടീമാണ്. ഒരു ടീം എന്നതിലുപരി ഒരുമയുടെ സൗന്ദര്യം ഓരോ നിമിഷവും ജീവിച്ചു കാണിക്കുന്ന ഒരു കുടുംബം എന്ന നിലയിലാണ് SKCA ഇന്ന് ഈ വേദിയിൽ നമ്മുടെ മുന്നിലെത്തുന്നത്. നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം സിഡ്നിയുടെ മണ്ണിൽ പെർഫോം ചെയ്യാനെത്തുന്ന our very own Sydney team. Big cheers to Sydney. Come on, everyone. Sydney. തോമച്ച, മകനെ, നീ എന്തിനാണ് ഈ സ്വർഗത്തിൽ ഇത്ര ആകുലനായിട്ടിരിക്കുന്നത്? ഈശോയെ, എൻ്റെ ജ്ഞാനായ മക്കളെല്ലാം ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. മകനെ, നിനക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ നീ ഭൂമിയിൽ പോകേണ്ടി വരും. പക്ഷെ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഒരു പ്രാവശ്യം സ്വർഗത്തിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചു പോകുവാൻ ബുദ്ധിമുട്ടാണ്. ഈശോയെ, എനിക്കറിയാം ഒരു പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ സാധിക്കുകയില്ല എന്ന്. എങ്കിലും നീ എനിക്ക് എൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരണം. എനിക്ക് എൻ്റെ മക്കളെ ഒന്നുകൂടെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അവർ ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഭൂമി മൊത്തം അവർ വ്യാപിച്ചു കിടക്കുകയാണ്. എന്ത്? ഭൂമിയിൽ മൊത്തം വ്യാപിച്ചു കിടക്കുകയാണെന്നോ? അവർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള ഒരു കൺട്രി ചൂസ് ചെയ്യാം. ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കാം. അതിൻ്റെ കൂടെ നിനക്ക് ഞാൻ ഒരു വരവും കൂടി തരാം. വരമോ? അതെന്തിന്? നിനക്ക് മനുഷ്യരിൽ നിന്ന് അപ്രത്യക്ഷനാകാനുള്ള വരമാണ് ഞാൻ തരാൻ പോകുന്നത്. അത് നിനക്ക് 3 പ്രാവശ്യം ഉപയോഗിക്കാൻ സാധിക്കും. ഈ വരം എനിക്കെന്തിനാണ്? അത് നിനക്ക് പതിയെ മനസ്സിലായിക്കൊള്ളും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓസ്ട്രേലിയക്കൊന്ന് പോകാൻ പറ്റുമോ? തൊമ്മ, മകനെ, നീ കിടന്നുറങ്ങുക. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിനക്ക് ഓസ്ട്രേലിയക്ക് പോകാവുന്നതാണ്. എവിടെ നീ? നിന്നെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. എൻ്റെ എടാ, ഞാനിവിടെ ഒന്നും ഇല്ലായിരുന്നു. ഒരു ട്രിപ്പ് പോയിരിക്കുമായിരുന്നു. എന്നാ ഉണ്ട്? നിന്നെയും കണ്ടിട്ട് കുറേ ആയല്ലോ. കുഴപ്പമില്ലാവേ, സുഖമായിട്ടിരിക്കുന്നു. നമ്മളും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. ബാ, ഒരു സാധനം കൊണ്ടുവന്നിട്ട് നമുക്ക് ഓരോന്ന് അടിക്കാം. പിന്നെ എന്നാ അടിച്ചേക്കടാവേ? ടച്ചിങ്സ് ഒന്നും ഇല്ല ഇവിടെ? ടച്ചിങ്സ് ഒന്നും ഇല്ല എൻ്റെ മോനെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നമ്മുടെ മറ്റേ ഗ്രൂപ്പുകാർ നിൽപ്പുണ്ട്. അവന്മാരുടെ നിന്ന് വേണേ ഇച്ചിരി മേടിച്ച് തട്ടാം. ആരാടാ ഇവിടെ? മാത്തനും ചാണ്ടിയാണോ അവിടെ നിൽക്കുന്നേ? അതെ, മാത്തനും ചാണ്ടിയാ. ഒന്ന് വിളിച്ചേക്കാം. മാത്തോ, എന്നാ ഉണ്ട്? എടാ, അവന്മാര് വിളിക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥിക്കാനല്ലോ ആണോ? സാധനം തീർന്നിട്ട് ഒരെണ്ണം ഹോസ്റ്റലടിക്കാൻ വിളിക്കുന്നതായിരിക്കും. പ്രാർത്ഥനക്കാരെ ടച്ചിങ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നത്. എടാവേ, എന്നാണ്ട് വിശേഷം? സുഖാണോ? വടാവേ, ഒരെണ്ണം അടിച്ചിട്ട് പോവാം. എന്നാടാവേ നിങ്ങളൊന്നും പള്ളിയിലോട്ട് വരാത്തത്? വാടാവേ, പള്ളിയിലോട്ട് വാടാ ഒരു ദിവസം. എടാവേ, കോട്ടയം രൂപതയുടെ മെത്രാന് ലോകത്തുള്ള എല്ലാ കാനായക്കാരുടെ മേലും എന്ന് അജപാലന അധികാരം കിട്ടുന്നോ അന്ന് മാത്രമേ ഞങ്ങൾ പള്ളി വരത്തുള്ളൂ. അതാ അഭിപ്രായത്തോട് ഞാനും യോജിക്കും. എന്തുവാടാ മാത്ത നീ ഇങ്ങനെയൊക്കെ പറയണേ? പള്ളിയിലോട്ടൊക്കെ വാടാ. നമ്മുടെ ആൾക്കാരൊക്കെയല്ലേ അവിടെ വന്നേ. എല്ലാവരും കണ്ടു കേട്ടൊക്കെ പോരാൻ പറ്റിയല്ലേ? നമ്മുടെ പിതാവിന് വലിയ താമസമില്ലാതെ ഇവിടെ അംഗീകാരം കിട്ടൂടാവേ. നിലവിൽ നമ്മുടെ മക്കളെ നമ്മുടെ പാരമ്പര്യവും വിശ്വാസവും ഒക്കെ കാത്തു സൂക്ഷിച്ച് അവരെ പഠിപ്പിക്കുക, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അങ്ങോട്ടൊക്കെ ഒന്ന് വാടാവേ. അമ്മമാരവിടെ കൂടിയിട്ടുണ്ടല്ലോ. ഇന്ന് മിക്കവാറും അടി വീഴും. എപ്പം കൂടിയ അമ്മമാർക്ക് അടിപൊക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടിട്ട് അങ്ങനെയാ തോന്നണേ. നിങ്ങൾ സമയവും കാലവും ഒക്കെ നോക്കിയിരുന്നു. ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. ഞങ്ങൾ പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കോട്ടയം രൂപയുടെ മെത്രാൻ എന്ന് ലോകമെങ്ങോ അധികാരം കിട്ടോ അന്ന് ഞങ്ങൾ അങ്ങ് വരും. അതാണ് അതിന്റെ ശരി. അയ്യോ, ഇതെന്താ എൻ്റെ മക്കൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഇവരെന്തിനാ അടി ഉണ്ടാക്കുന്നത്? ഞാൻ ആരോടാ ഈ ചോദിക്കുന്നത്? ഇവിടെ കുറച്ചു പേര് മാറി നിൽപ്പുണ്ടല്ലോ. ഇവരോട് ചോദിക്കാം എന്തിനാ ഇവർ വഴക്കുണ്ടാക്കുന്നതെന്ന്. മക്കളെ, ഇവര് തമ്മിൽ എന്തിനാ ഇങ്ങനെ അടിയുണ്ടാക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? കാർന്നോരെ, ഇങ്ങ് വാ, ഞങ്ങൾ പറഞ്ഞു തരാം. കാരണവരെ, ഇത് മിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ്, മറ്റേത് മിഷനെ സപ്പോർട്ട് ചെയ്യാത്ത ഗ്രൂപ്പ്. മിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് പയ്യെ തിന്നാൽ പനയും തന്നെയാണെന്നാണ് അവർ ആപ്തവാക്യം. മറ്റേ ഗ്രൂപ്പ് വെട്ടൊന്നേ മുരണ്ടേ, ഇതാണ് ഇവരുടെ മുദ്രാവാക്യം. 2 പേരെ ലക്ഷ്യം ഒന്നാണ്, പക്ഷെ മാർഗം 2ആണ്.
ഇതെന്താ ഇത്? മിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ്, മിഷനെ സപ്പോർട്ട് ചെയ്യാത്ത ഗ്രൂപ്പ്, ഇതൊക്കെ എന്തുവാ? എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. തന്നെയുമല്ല, എനിക്കിതൊന്നും അറിയേണ്ട കാര്യവുമില്ല. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ചുമ്മാ വഴക്കുണ്ടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇനി ഏത് ഗ്രൂപ്പാ? ഞങ്ങൾ രണ്ട് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. മിഷനുള്ളവർ വിളിച്ചാൽ അവരുടെ പരിപാടിക്ക് പോകും, മറ്റേ ഗ്രൂപ്പ് വിളിച്ചാൽ അവരുടെ പരിപാടിക്ക് പോകും. ഞങ്ങൾ ആരെയും വെറുപ്പിക്കാൻ പറ്റില്ല. അത് ശരി. അപ്പോൾ നിങ്ങൾ രണ്ടു വള്ളത്തിലും കാലും ചവിട്ടി നിൽക്കുന്ന ആളുകളാണല്ലേ? മക്കളെ, നമ്മളിങ്ങനെ കണ്ടു രസിച്ച് നോക്കി നിന്നിട്ട് ഒരു കാര്യവുമില്ല. അവർ വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് അവരെ പോയി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഒരുമിപ്പിക്കാൻ ശ്രമിക്കാം. ഞങ്ങളങ്ങ് വരുന്നില്ല. ഞങ്ങളൊന്നും പറഞ്ഞിട്ട് അവന്മാർ കേൾക്കാൻ പോകുന്നില്ല. ഇതിനേക്കാൾ വലിയവന്മാർ പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ല. പിന്നല്ലേ കാരണവരെ ഞങ്ങൾ പറഞ്ഞ. ചെല്ലട്രാ, ചെന്ന് കയറി കൊടുക്കട്ടെ, കിട്ടുമ്പോൾ പഠിച്ചോളും. നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോയി അവരോടൊന്ന് സംസാരിക്കട്ടെ. എടാ തൊമ്മാ ചാണ്ടി, നിങ്ങൾക്ക് വേണമെങ്കിൽ പള്ളിയിലോട്ട് വന്നാൽ മതി. ഞങ്ങളുടെ മക്കളൊക്കെ പള്ളിയിൽ പോയി മറ്റുള്ള പിള്ളേരുമായി കൂട്ടും കൂടി പാടി നടക്കുന്ന കാണാൻ എന്ത് രസമാണെന്നറിയാം. ഞങ്ങളുടെ കാര്യം നോക്കണം. ഞങ്ങളുടെ പിള്ളേർ ഇവിടെ തന്നെ വളർന്ന്, ഞങ്ങളുടെ പിള്ളേരും പള്ളിയിലൊക്കെ പോയി വളർന്നത്. ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും ആരും ഞങ്ങളുടെ സമുദായത്തെ കൊണ്ടുപോകാൻ കേട്ടോ. മിണ്ടായി നിങ്ങള്. ഞങ്ങൾ നോക്കിക്കോളാം. നിർത്ത് മക്കളെ, നിർത്ത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഇതിനകത്ത് എന്ത് ഗുണമാണ് കിട്ടുന്നത്? മറ്റുള്ളവർ ഇത് കണ്ടാൽ നിങ്ങളെ നോക്കി ചിരിക്കുകയും കളിയാക്കുകയും അല്ലാതെ എന്തെങ്കിലും ഗുണം ഇതുകൊണ്ടുണ്ടാവുമോ? നിങ്ങൾക്ക് എന്നാ തേങ്ങ അറിയാവുന്നേ? ഇങ്ങോട്ട് വാ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. കാരണം അവരോട് പറയുന്നതൊന്നും കേൾക്കണ്ട, ഞങ്ങൾ യഥാർത്ഥ കാര്യം പറഞ്ഞുതരാം. ഇങ്ങോട്ട് വാ. തമ്പുരാനെ, അങ്ങിതെല്ലാം കണ്ട് അവിടെ ഇരിക്കുകയാണല്ലേ? ചുമ്മാതല്ല എനിക്ക് അപ്രത്യക്ഷനാകാനുള്ള വരം തന്നത്. ശരി, എന്നെ അങ്ങ് അപ്രത്യക്ഷനാക്കിയേരെ. എടാ, ആ കാർന്നോരെ കാണുന്നില്ലല്ലോ. അയാൾ മുങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെയെങ്ങും ഇല്ല, അയാൾ മുങ്ങിയ ലക്ഷണമാണ് കാണുന്നത്. എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങൾ കുറച്ച് വിവരമുള്ളവരാ. ഇവന്മാരെ പോലെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കുറച്ച് പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ, അവരുടെ അടുത്ത് പോയി ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. എടി റിങ്കു, കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. സുഖാണല്ലോടി? സുഖമായിട്ടിരിക്കുന്ന ചേച്ചി. അത് പോട്ടെ, ഇത് അടിപൊളി സാരിയാണല്ലോടി. നല്ല സാരിയാണോ ചേച്ചി? ഇത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ ഷീമാട്ടിന്ന് മേടിച്ചതാ. കുറച്ച് കാശ് പൊടിച്ചതിന്. എത്രയായി ഇതിന്? ഇതിന് 25,000 രൂപയായി. 25,000 രൂപയോ? അല്ല, കയ്യിൽ ഒതുങ്ങുന്ന നമ്പർ പറയടി. കുശുമ്പ് അല്ലാതെ. 25,000 രൂപയുടെ സാരി പോലും വല്ലോ 2,500 രൂപയുടെ സാരി ആയിരിക്കും. അല്ല തന്നെ ഇവൾ പുഴു അടിക്കാൻ ഭയങ്കര മിടിക്കുക. എടി, അതിന് നിനക്കെന്നെ അവൾ ഒരു 0 കൂട്ടിയിട്ടെന്നല്ലേ ഉള്ളൂ. കുഴപ്പമില്ലടി, നല്ല സാരിയാ. അല്ലേലും ഞാൻ എന്നാ കൊടുത്താലും സുന്ദരിയല്ലേ? എടി, അടിപൊളി സാരിയാട്ടോ റിങ്കു. ചേച്ചിയുടെ മാലയോ ഡയമണ്ട് ആണോ ചേച്ചി? എടി, ഇതുണ്ടല്ലോ, ഷിജു ഈ ഇടയ്ക്ക് ദുബായി പോയപ്പോ മേടിച്ചോണ്ട് വന്നാ. ഇത് ഡയമണ്ട് ആടി. ഇതിന്റെ വില എന്നാന്നറിയാവോ? എത്ര ചേച്ചി? എടി, 10 ലക്ഷം രൂപയാ. മുഴുവൻ ഡയമണ്ട് ആടി. അതൊക്കെ പോട്ടെ, നമുക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത പ്രാവശ്യത്തെ ടൂറിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം അവളുമാർ നമ്മൾക്ക് മുമ്പ് ടൂറിന് പോയി. ഇപ്രാവശ്യം നമുക്ക് അവളുമാരെ കടത്തി വെട്ടണം. അത് ശരിയാ. അവളുമാര് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇപ്രാവശ്യം പോയിരിക്കണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ടൂറ് മാത്രം പോരാ, അടുത്ത പരിപാടിക്ക് കൊടുക്കുന്ന സാരി നമ്മൾ പറയുന്ന ഡിസൈൻ. ശരിയാ, നമ്മൾ ഡിസൈൻ ചെയ്ത സാരി അവളുമാരങ്ങ് ഉടുത്താൽ മതി. ഇപ്രാവശ്യം അവളുമാരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്ന ഒരു പ്രശ്നവും ഇല്ല. എന്നാ ഒരു കാര്യം ചെയ്താലോ? ഇന്ന് വൈകുന്നേരം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു മെസ്സേജ് ഇടും. നിങ്ങൾ അപ്പം തന്നെ തംസപ്പ് അടിച്ചത് സപ്പോർട്ട് ചെയ്തേക്കണം. എടി, നീ ഇട്ടോ, ഉറപ്പിച്ചോ. നമ്മൾ ചൂസ് ചെയ്യുന്ന സാരി അവളുമാരെ കൊണ്ട് ഉടുപ്പിച്ചിരിക്കും. എത്ര മണിക്കാ നീ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നത്? ഞാനൊരു 10:30 ആകുമ്പോഴത്തേക്ക് മെസ്സേജ് ഇടും. സുനി, നിനക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലേടി? അത് സാരിയില്ല ചേച്ചി, എൻ്റെ കൂടെ നമ്മുടെ അനിറ്റയും ബിന്ദുവല്ലേ, ഞങ്ങൾ ഒരുമിച്ച് ഒരു 10:30 ആകുമ്പോൾ അങ്ങ് തംസപ്പ് ഇട്ടോളാന്നേ. എടി, എന്നാ ഞാൻ ഇപ്പൊ തന്നെ ആ ടീംസിൽ എല്ലാവർക്കും മെസ്സേജ് ഇട്ടേക്കാം. അപ്പൊ പിന്നെ എല്ലാവരും ഉറപ്പായിട്ട് 10:30 തന്നെ തംസപ്പ് അടിച്ചോളുമല്ലോ. എന്റെ ഈശോയെ, എന്റെ ഈ പെൺമക്കളുടെ ഇടയിലും 2 ഗ്രൂപ്പായോ? മക്കളെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? എടി, ഇതേതാണ് ഈ തോപ്പിക്കാരൻ കാർന്നോര്? ഈ ഓൾഡ് പീസിനെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. അപ്പാ ഞാൻ പറയാം, കുറച്ചു കാലമായിട്ട് ഞങ്ങളിപ്പോൾ 2 ഗ്രൂപ്പാ. നിങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ ജ്ഞാനായക്കാരല്ലേ? നമ്മൾ എവിടെ പോയാലും 2 അല്ല
ഒന്നാണ്. ഈ കാർന്നവർ എവിടെ നിന്ന് വന്നു? ഞങ്ങൾ 2 ഗ്രൂപ്പാന്നേ. നിങ്ങൾ വിചാരിച്ചാൽ ഈ രണ്ടിനെയും ഒന്നാക്കാൻ സാധിക്കയില്ലേ മകളെ? എൻ്റെ അപ്പാപ്പ, ഇതൊന്നും നടക്കില്ല. ഞങ്ങൾ ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്ന ഒരു പ്രശ്നവും ഇല്ല. മക്കളെ, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്. എടി, നീ അറിയോ ഈ വല്യപ്പച്ചന്? ഇത് ആരുടെ അപ്പനാണോ വാ? ഇത് ആരുടെയാണോ വാ ഇങ്ങേര് വന്നത്? ഞാനും ഇവിടെയൊന്നും കണ്ടിട്ടില്ല, പുതിയതാണെന്ന് തോന്നുന്നു. എടി, എനിക്ക് തോന്നുന്നു ഇയാളെ മറ്റേ ഗ്രൂപ്പുകാർ നമ്മുടെ ന്യൂസ് പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിട്ടതായിരിക്കും. നമുക്ക് നമ്മുടെ കെട്ടിയന്മാരെ വിളിക്കാം, അവർക്ക് ഇയാളെ കൈകാര്യം ചെയ്യാൻ പറ്റൂ. അവരിതേ അപ്പുറത്ത് മാറി നിന്ന് വെള്ളമടിക്കുന്ന ഞാൻ കണ്ടതാണല്ലോ. അത് ശരിയാണല്ലോ. ഞാൻ എൻ്റെ ഇച്ചായനെ ഇച്ചിരി മുമ്പ് ഇവിടെ കണ്ടതാണല്ലോ. ഇത് എവിടെ പോയി? ഇച്ചായാ, അല്ലേല് ഇതുങ്ങളെയൊന്നും ഒരു ആവശ്യത്തിന് നോക്കിയാ കാണുകയില്ല. എന്റെ തമ്പുരാനെ, അവന്മാർ വന്നാൽ അവരുടെ കയ്യിലിരിക്കുന്നത് കൂടെ എനിക്ക് കിട്ടും. അതിനു മുമ്പ് എന്നെ അങ്ങ് അപ്രത്യക്ഷനാക്കിയാലും. എടി, ആ അപ്പൻ എവിടെ പോയിടി? അതിനെ കണ്ടില്ലല്ലോ, കാണാനില്ലല്ലോ. ആ, പോയോ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അങ്ങേരെ. കണ്ടായിരുന്ന 2 എണ്ണം കൊടുത്തിട്ട് വിടായിരുന്നു. കർത്താവേ, എന്തു പറ്റി? എന്റെ മക്കൾ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഇനി ഇവരെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഇവരിപ്പം 2 ഗ്രൂപ്പായി പോയല്ലോ. ഇനി ഒരു രക്ഷയുള്ളൂ. നമ്മുടെ യുവതലമുറയെ പോയി ഒന്ന് കാണാം. അവർക്കേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എടാ, ആ നടക്കു നിൽക്കുന്ന പെണ്ണിനെ കണ്ടോ? എനിക്ക് അവളെ വളരെ ഇഷ്ടപ്പെട്ട്. ഞാനാണെങ്കിൽ അവളോട് കല്യാണം ആലോചിക്കാൻ പോവാ. അവളെ കണ്ട് വെള്ളം ഇറക്കണ്ട. ഷീ ഫ്രം ദ മിഷൻ ഗ്രൂപ്പ്. അത് ശരിയാ, എനിക്ക് അവളെ വളരെ ഇഷ്ടപ്പെട്ട്. പക്ഷെ അപ്പനെ അമ്മേനെ എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്ന? തമ്പുരാനെ, എന്റെ കൊച്ചുമക്കളുടെ ഇടയിലും ഇത് വളർന്നു പന്തലിച്ചല്ലോ. എന്റെ ദൈവമേ, ഈ പ്രായമായവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പാടാണ്. പക്ഷെ ഈ പിള്ളേരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മക്കളെ, എടാ, ഇത് നമ്മുടെ വീട്ടിലെ ഫോട്ടോയിൽ തൂക്കിയിട്ടേക്കുന്ന ജ്ഞാനായ തൊമ്മനെ പോലെ ഇല്ലേ? മക്കളെ, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടിരുന്നു. നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ലേ? പിന്നെ നീ എന്താ അവളെ കല്യാണം കഴിക്കാത്തത്? അതൊക്കെ പോട്ടെ. നിങ്ങൾ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തതെന്ന് പറ. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, പക്ഷെ അവള് മിഷൻകാരിയാണ്. എൻ്റെ അപ്പനും അമ്മ എന്നെ മിഷൻകാരിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. മക്കളെ, നമ്മുടെ സമുദായം ഒന്നാണ്. ഇങ്ങനെ 2 ഗ്രൂപ്പിലല്ല. ഇത് നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്. മക്കളെ, അങ്ങനെയല്ല. ഞാനൊരു കാര്യം പറയാം. ഇതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മക്കളെ, സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണത്. ചിരിക്കാനുള്ള കാര്യമല്ല ഇത്. കളിച്ച് കളിച്ച് ഇപ്പൊ അപ്പച്ചൻ കളി കാര്യമാക്കുവാണോ? മക്കളെ, അതല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് കേക്ക്. Yeah, let's call our parents. But that's true. തമ്പുരാനെ, അവന്മാരെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറം ഇനി ഞാൻ കേൾക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്, എൻ്റെ അവസാനത്തെ അവസരം ഞാൻ ഉപയോഗിക്കാം. എന്നെ അങ്ങ് അപ്രത്യക്ഷനാക്കിയാലും. ആ അപ്പച്ചൻ എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ലല്ലോ. എവിടെ പോയി കാണും. നമുക്ക് പോവാം, വാ. എൻ്റെ ഈശോയെ, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ ഈ സമുദായം കുറച്ച് കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടല്ലോ. അവരുടെ അടുത്തെങ്കിലും ഞാൻ പോയി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. Come on, guys, pass the ball. Why are you not letting me play with you? Because this is our area. You guys can't play with us. Go play in your area. No. No, this is not your space. Go play somewhere else. We can also play here. മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? Because this is our area. മോനെ, അത് നമ്മുടെ സ്ഥലമാണ്. ഞാനും നിങ്ങളൊന്നും ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കളിക്കാനുള്ള സ്ഥലമാണിത്.
No, that's not fair. മക്കളെ ബാ നമുക്ക് ഒന്നിച്ച് കളിക്കാം. No, go away, uncle. ആ കാർന്നൊരു പിള്ളേരെ ഇടയിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇയാളെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. ഒന്ന് രണ്ടെണ്ണം കൊടുക്കാൻ പാ. രണ്ടെണ്ണം മേടിച്ചേ പോകൂ. എടി ഓടി വാടി ദാൻഡ്രി, ആ കാർന്നോട് നമ്മുടെ പിള്ളേരുടെ അടുത്ത് ഓടി വാടി. ഇടിക്കരുതേ, ഉപദ്രവിക്കരുതേ, അയ്യോ എന്നെ വിടണേ. ഈശോയെ എനിക്ക് ഒരിക്കൽ കൂടെ അപ്രത്യക്ഷമാകാനുള്ള വരം തരണമേ. കൊടുക്കട, അവന്റെ നടുവിനിട്ട് തന്നെ ചവിട്ടറ. അയ്യോ എന്നെ ഇടിക്കരുതേ, അയ്യോ എന്റെ നടു, എന്നെ ചവിട്ടരുതേ. മകനെ എഴുന്നേൽക്കടാ. അയ്യോ ഈശോ, ഞാനിത് എവിടെയാ? മകനെ നേരം വെളുത്തു, നിനക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ സമയമായി. അപ്പൊ ഞാൻ ഈ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു ഈശോ. അപ്പോ മകനെ നിന്റെ തീരുമാനം എന്താണ്? ഞാൻ ഭൂമിയിൽ ചെല്ലുമ്പോൾ എൻ്റെ മക്കൾ അവിടെ പരസ്പരം വഴക്കടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഈ സ്വർഗത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾ ഭൂമിയിൽ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ സ്വർഗത്തിൽ തന്നെ സന്തോഷത്തോടെ കഴിഞ്ഞുകൊള്ളാം ഈശോ. എന്നാ അങ്ങനെ ആകട്ടെ മോനെ. ലോകത്തെവിടെയായാലും എൻ്റെ ജ്ഞാനായ മക്കൾ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ നല്ല സന്തോഷത്തിലായിരിക്കും ജീവിക്കുന്നത്. ദാ ഇങ്ങനെ. മേഘണീതാ പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തേരെ പിടിത്തതണ്ടും കൈയും നീയും എന്നേക്കും വാഴ്കവേ തേരെ വാഴ്ക വാഴ്ക. നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിനെ തേരെ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തേരെ അഴിവുകാലം വന്നടുത്തു അലയുന്നതിൻ മക്കളെ തേരെ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ. പട്ടുട പണി പുടവ പവിഴമൂത്തു മാലയിൽ തേരെ അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ. തേരെ അലങ്കരിച്ച പന്തലിൽ വന്നെടുന്നരുൾക മാർത്തോമൻ. തേരെ അലങ്കരിച്ച പന്തലിൽ വന്നരുൾക വേണം നാഗൃത്താതിവൃതത്തെ. മരമോട് കല്ലുകൾ കനകം വെള്ളി മനമിയലും പഴിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ത്യയും തകതത്തിത്തകതിത്തേതും മഹിമയോടരുവികളെല്ലാം ചെയ്യും മനുവിവത്തകതത്തകതത്താം ദിഗതകതകതകതിത്തത്താം ഹൃദിത്തത്താം ദിഗതികതത്താം ഹൃദിത്താതിത്താതിത്താതിമൃതത്തെ ഇന്ത്യയും തകതത്തിത്തകതിത്തേതും ഇമ്പമോടരുവികൾ തിരുമനസാലെ ഇയൽ വഴി നീതിയും തകതികതത്തെയും തകതിത്തത്തെ തകതികതത്തെ ഹൃദിത്താതിത്താതിത്താതിമൃതത്തെ ഇന്ത്യയും തകതത്തിത്തകതിത്തേതും വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ
ദിവസത്തെ കനിയുണ്ട് കനിയുണ്ട് കനിയുണ്ട കാട്ടിൽ കനിയുണ്ട് കനിയുണ്ട് കനിയുണ്ട കാട്ടിൽ ആ കനി തിന്നെറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ ആ കനി തിന്നെറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ കമരയിൽ വന്നിരുന്നൊരു വണ്ടുമുരളുന്നേ കമരയിൽ വന്നിരുന്നൊരു വണ്ടുമുരളുന്നേ വണ്ടുമല്ല തുമ്പിമല്ല തെക്കേരുടെ ആന വണ്ടുമല്ല തുമ്പിമല്ല തെക്കേരുടെ ആന തെക്കേരുടെ ആനയെല്ലാം തിന്നുമതിച്ചു നടക്കുന്നേ തെക്കേരുടെ ആനയെല്ലാം തിന്നുമതിച്ചു നടക്കുന്നേ തകതിത്തെ താമര കരികിട ദുർഗത്തെ തകതിത്തെ താമര കരികിട ദുർഗത്തെ താരായക്കാർ സൂര്യാനിക്കാർ അന്നന്നിറങ്ങി കൊടുങ്ങല്ലൂരിൽ താരായക്കാർ ഞങ്ങൾ സൂര്യാനിക്കാർ അന്നന്നിറങ്ങി കൊടുങ്ങല്ലൂരിൽ To want me, you gotta know me. If you love me, you gotta show me. Lecha, 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 lecha. मुझसे दूर कहीं ना जा, बस यही कहीं रह जा. मैं तेरी दीवानी रे, अफसोस तुझे है क्या. मुझसे दूर कहीं ना जा, बस यही कहीं रह जा. मैं तेरी दीवानी रे, अफसोस तुझे है क्या. तेरी मेरी कहानी नहीं बन गई, तू मेरा हो गया मैं तेरी हो गई. जहाँ जाए तू संग मुझे ले जा. ले जा, ले जा, ले जा, ले जा. लजा लजा रे महकी रात में चुरा के सारे रंग ले जा. सारे रंग ले जा. रातें रातें में भीगू साथ में तू ऐसी मुलाकात दे जा. Back it up now. झमाझम नाच आजे धमाधम ढोल बाजे नॉन स्टॉप हल्ला मचेगा ओए नाचो सारे अपनी फेमस है रात वाली यारियां जाले सारा जहां बेथलपुर मां सुन ले ओ छोरियां घूमे नगरियां जब जब ये घूमे हमारी यार तारी कमरिया यार तारी कमरिया बेथलपुर मां बाबो वाग्यो ने मारो सुनो सोनी दो जाग्यो जवान लाल कमरिया लाल कमरिया कमरिया लाल कमरिया. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి. కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి. సోకులాడి స్వప్న సుందరి నీ మడత చూపు మా పటేల మల్లె పందిరి రచ్చరాజ కుందె ఊపిరి నీ వంక చూస్తే గుండెలోన నీరి తిరిగిరి. తూనీగా నడుములోన తూట పెట్టి తుపాకి పిలిచి ఆమె తింగని చెట్టి
कुछ नहीं मारता बेटी, कुछ नहीं मारता बेटी, मारता बेटी, मारता बेटी, मारता बेटी, मारता बेटी। இறங்கி வந்தாச்சு கடலை கொந்தளிக்கும் சுனாமியே உண்டாச்சு மணிக்கா வெளுச்சி எதுக்கா எனர்ஜி தலைய சுத்த வைக்கும் சூறாவளி பொண்ணாச்சு பட்டன்னு பார்த்தாலே பல்சேர்க்கும் பாடி கொட்டுவா மீன் எல்லாம் கூத்தாடுமே இரவ கலராக்கும் ஜல்லேபி லேடி சால்ட்டும் நான் தொட்டா ஸ்வீட் ஆகுமே ஊதுறாத നമ്മുടെ അമ്മൂന്റെയും അപ്പൂന്റെയും കല്യാണല്ലേ, വാ എല്ലാരും വാ, നമുക്ക് പോയി അടിച്ചു പൊളിക്കാം. ഇതാണ് എൻ്റെ ജ്ഞാനായ മക്കൾ. ലോകത്തെവിടെയാണെങ്കിലും അവര് ഇതുപോലെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ജ്ഞാനായക്കാരും ചിന്തിക്കണം, നിങ്ങൾ ക്നായ് തൊമ്മൻ രാത്രിയിൽ കണ്ട സ്വപ്നം പോലെയാണോ അതോ പകല് കണ്ട സ്വപ്നം പോലെയാണോ ജീവിക്കുന്നതെന്ന്. അടിപൊളി. നായിത്തൊമ്മൻ പകല് കണ്ട സ്വപ്നം പോലെ ആയിരിക്കട്ടെ എല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ പരിപാടി? ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ജ്ഞാനായ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലീന സംഭവങ്ങളാണല്ലേ നമ്മൾ കണ്ടത്. യു തിങ്ക് സോ? എന്തായാലും താങ്ക് യു ടീം SKCA ഫോർ കമ്മിങ് അപ്പ് വിത്ത് such a relevant message to the community. Thank you. Let's give a round of applause. One more, please.